എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അന്ന് നൈറ്റിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ മദർ തീയോട് സംസാരിക്കുകയാണ്. നീ ഈ ടൈപ്പ് പേഴ്സൺ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് അധികം ദിവസങ്ങൾ പോലും ആയില്ല. അതിനു മുന്നേ ഇത്ര അത്യാവശ്യപ്പെട്ട് അവളുടെ ബെഡിനടുത്ത് പോകേണ്ട എൻ്റെ ആവശ്യമാണ് നിനക്ക്. നീ എന്താ ഒന്നും ആലോചിച്ചില്ലെന്നൊക്കെ ചോദിക്കുന്നു. മോം, എന്നെ വിശ്വസിക്കൂ, എനിക്ക് ഉറപ്പാണ് ഇവൾ ശരിയല്ലെന്ന്. അതിന് പ്രൂഫിന് വേണ്ടിയാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോയത്. എന്തായാലും സത്യം എന്താണെന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട്. അവൻ കാവുന്റെ പേര് പറയുന്നു. അവൻ വഴി ഇത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് തീ പറയുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ കാവ് നോണിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീനയ്ക്ക് ഒരു കോൾ വരുന്നു. ഡയറക്ടറിന്റെ ഒരു സ്റ്റണ്ട് സീനുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് വരാൻ പറ്റുമെന്ന് ഡയറക്ടർ ചോദിക്കുന്നു. സ്റ്റണ്ട് ഷൂട്ടിംഗ് സീൻ എങ്ങനെ മിസ് ചെയ്യും? അവളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണിത്. അവൾ വരാമെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ തീ അവിടേക്ക് വരുന്നു തൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. കാവുവിനോട് അങ്കിൾ തീയും കാവുവിനോട് കളിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്താ എൻ്റെ കൂടെ കളിക്കുമെന്ന് ചോദിക്കുന്നു. കാവ് സമ്മതിക്കുന്നുണ്ട്. തീ കാവിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നോണിനാകട്ടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇവിടെ അമ്മയും മകനും കൂടി സിരിയെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് കാവിനോട് ചോദിക്കുന്നുണ്ട്. മേയ ആരാണ്, മേന ആരാണ്, അങ്ങനെ ഓരോന്ന്. കാവുവിൻ്റെ ആൻസർ കേട്ട് ഇവർ രണ്ടാളും കൂടുതൽ കൺഫ്യൂസ് ആകുന്നു. കാവ് പറയുന്നത് മേയ മേയാണ്, മേന മേനയാണ്, മേയ മേനയാണ്, മേന മേയാണ്. ഇത് കേട്ട് ഇതെന്തെയോ പറയുന്നെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. നോൺ പെട്ടെന്ന് സീനെ കോൾ ചെയ്ത് കാവുവിനെ തീ മെയിൻ ഹൗസിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന കാര്യം പറയുന്നു. എന്തായാലും എന്നെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയായിരിക്കും അവർ കൊണ്ടുപോയത്. നമ്മൾ ഒരുപാട് ടൈം കാവുനെ അവിടെ നിർത്താൻ പാടില്ല. ഞാൻ പെട്ടെന്ന് പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് സീന പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ഓടിപ്പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് താൻ വീൽ ചെയറിൽ പോകണമെന്ന കാര്യം അവൾ ഓർക്കുന്നത്. അവൾ പെട്ടെന്ന് വീൽ ചെയറിൽ ഇരുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. ഇങ്ങനെ വീൽ ചെയറിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴെങ്ങും അവൾ എത്താൻ പറ്റില്ല. സോ അവളൊരു കാര്യം ചെയ്യുന്നു, കുറച്ചു നേരം എണീറ്റ് വീൽ ചെയറും കൊണ്ട് ഓടുന്നു. കാരണം തീ താമസിക്കുന്നത് മെയിൻ ഹൗസിനോട് ചേർന്നുള്ള മറ്റൊരു വീട്ടിലാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് വീടുകൾ തമ്മിൽ ഇത്രയും ദൂരം. ഇവിടെ അമ്മയും മകനും കൂടി കാവുവിൻ്റെ വായിന്ന് സത്യം അറിയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. തീ കാവുവിനോട് നീ ഇവർ രണ്ടുപേരും ആരാണെന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് തരാമെന്ന് പറയുന്നു. പാവം കുട്ടിയല്ലേ, ചോക്ലേറ്റ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ അവൻ വീഴുന്നുണ്ട്. കാവ് അവരോട് സത്യം പറയാൻ വേണ്ടി തുടങ്ങുന്നു. അതേസമയം നോൺ ഇവിടെ മെയിൻ ഹൗസിലേക്ക് കാവിനെ വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ തീ ഓൾറെഡി ആരെ അകത്തേക്ക് കടത്തി വിടരുതെന്ന് സെർവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നോൺ വരുമ്പോൾ സെർവന്റ് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാവ് തീയോടും അമ്മയോടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും സീന അവിടേക്ക് വരുന്നു. എന്നിട്ട് കാവുനെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. തീയോട് വഴക്കു പറയുന്നു. എൻ്റെ മകൻ ഇവിടെ കൊണ്ടുവരാൻ നിനക്കിങ്ങനെ ധൈര്യം തോന്നി? ഞാനില്ലാതെ ഒരു നിമിഷം പോലും ഇവൻ എവിടെ നിൽക്കില്ലെന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിന്റെ ഈ ബിഹേവിയർ കണ്ടിട്ട് നീ ഞങ്ങളിൽ നിന്ന് എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നു എന്ന് തീ പറയുന്നുണ്ട്. സീന കാവുനെ കൂട്ടി അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ സീനയ്ക്ക് ഷൂട്ടിന് പോകണമായിരുന്നു. സോ അവൾ ക്രിറ്റിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നു. അവളെ ഹെൽപ്പ് ചെയ്യാൻ ക്രിറ്റ് വരുന്നുണ്ട്. ഞാൻ ഷൂട്ടിന് പോവുകയാണ്, ഒരു കാരണവശാലും നീ കാവിൽ നിന്നും മാറി നിൽക്കരുത്. നിന്റെ ശ്രദ്ധ എപ്പോഴും കാവിലുണ്ടാകണം. അവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് നോണിനോട് സീന പറയുന്നു. നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഫുൾ ടൈം കാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നോൺ പറയുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് തീയുടെ സ്പൈ കേട്ട് നിൽക്കുന്നുണ്ട്. അവൻ തീയെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ തീ ബിസി ആയ കാരണം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സീനിൽ സീന ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ലൊക്കേഷനിൽ വന്ന് അവളുടെ സ്റ്റണ്ട് സീൻ ചെയ്യുന്നുണ്ട്. അതേസമയം ആ പ്ലേസിൽ തന്നെ തീയും വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ക്ലയൻറ്റ് കൂടെ ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി അവരെല്ലാവരും ബിസിനസ് ഡിസ്കസ് ചെയ്യുകയും ലഞ്ച് കഴിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ സീന തൻ്റെ സ്റ്റണ്ട്സ് എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നു. അപ്പോൾ തീയും ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഈ സ്റ്റണ്ട് ചെയ്യുന്ന ഗേളിനെ കാണുമ്പോൾ തീക്ക് എന്തോ സംശയം തോന്നുന്നു. സീന അപ്പോൾ അവളുടെ ഫേസിൽ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റ് കാരണം അവളുടെ മാസ്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. സോ ഇവളുടെ ഫേസ് ഇങ്ങനെ ചെറുതായിട്ട് കാണുമ്പോൾ തീയുടെ സംശയം കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നു. താൻ അന്ന് രക്ഷിച്ചത് ഈ ഗേളിനെയാണെന്നും ഇവൾ ശരിയല്ലെന്നും. സോ അവൻ ഈ ഗേളിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. തീ വരുന്നത് സീന കാണുന്നുണ്ട്.
അപ്പോഴേക്കും സീനയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അവിടുന്ന് ഓടുന്നു. തീ അവളുടെ പിറകെയും. ഷൂട്ടിംഗ് ഫിനിഷായ കാരണം അവരെല്ലാവരും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാരണത്താൽ തീ സീനയെ മിസ് ചെയ്യുന്നുണ്ട്. സീന ഓടി വന്ന് ഒരു ബൈക്കിൽ കയറി അവിടുന്ന് പോകുന്നു. തീ അപ്പോഴൊരു കാര്യം ചെയ്യുന്നുണ്ട്. അവൻ പെട്ടെന്ന് കാറിൽ കയറി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. താൻ കണ്ടത് സിരിയാണെങ്കിൽ അവൾ ഇപ്പോൾ വീട്ടിൽ കാണില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. സോ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. തീ വീട്ടിലെത്തുന്നു. എന്നിട്ട് റൂമിൽ വന്ന് നോക്കുന്നുണ്ട്. അവിടെ കാവു കിടന്ന് ഉറങ്ങുമായിരുന്നു. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാം ഫുൾ നോക്കുന്നുണ്ട്. പക്ഷേ സിരിയെ അവിടെ എങ്ങും കാണാനില്ല. താൻ കണ്ടത് സിരിയെ തന്നെയാണെന്ന് അവൻ ഉറപ്പാകുന്നു. അപ്പോഴേക്കും സീനെ വീട്ടിലേക്ക് വരുന്നു. അവൾ ആ മതിൽ ചാടി വീടിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ റൂമിലെത്തും? നേരെ വഴി കൂടെ പോകാൻ പറ്റില്ല, അതും ഈ വേഷത്തില്. സ്റ്റൺസ് അറിയുന്ന സീനയ്ക്ക് ഇതൊക്കെ ഈസി കാര്യങ്ങളാണ്. നോന്റെ ഹെൽപ്പോടെ അവൾ ബാൽക്കണിയിൽ എത്തുന്നു. ബാൽക്കണിയിൽ ആരോ ഉണ്ടെന്ന് തീക്ക് സംശയം തോന്നുന്നുണ്ട്. അവൻ ചെക്ക് ചെയ്യാൻ അപ്പോഴേക്കും കാവ് ഉണരുന്നു. എന്നിട്ട് അവൻ കരയുന്നുണ്ട്. സിരിയ എവിടെയാണെന്ന് കാവിനോട് തീ ചോദിക്കുന്നു. സിരിയ നോന്റെ കൂടെ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്താ എന്നെ മിസ് ചെയ്തോ? കാവിനോട് എന്നെക്കുറിച്ച് ചോദിക്കാൻ. നിനക്കെന്താ ഒരു കുട്ടിയെ നോക്കാൻ പോലും അറിയില്ലേ? നീ അവനെ കരയിപ്പിച്ചെന്നെല്ലാം സിരിയ തീയോട് ചോദിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേക്കും കാവ് ഉറക്കത്തിൽ എണീറ്റു. നിന്നെ കാണാതെ കരയായിരുന്നു. നീ എവിടെയായിരുന്നു എന്ന് തീ അവളോട് ചോദിക്കുന്നു. കിച്ചണിലായിരുന്നു. അല്ലാതെ എവിടെ പോകാനാണെന്ന് സിരിയ അവനോട് പറയുന്നു. അപ്പോഴേക്കും തീയുടെ സ്പൈയും അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും കൂടെ സിരിയ അവിടെ കാണുമ്പോൾ ആ സെർവന്റ് ഒരുപാട് ഷോക്കാകുന്നുണ്ട്. കുറച്ചു മുന്നെയാണ് ക്രിറ്റിന്റെ കൂടെ വെളിയിൽ പോയത്. തിരിച്ചു വരുന്നത് അവൻ കണ്ടേയില്ല. ഇവളെങ്ങനെ ഇവിടെ വന്നു എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവൻ തന്നെ കൺഫ്യൂസ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം തീയോട് പറയുന്നില്ല. അതേസമയം റിയൽ സിരിയാണ് കാണിക്കുന്നത്. അവൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് തന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി. അവൾ വീണ്ടും തൻ്റെ കാലുകൾ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. ക്രിറ്റും അവളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്ക് സിരിയയ്ക്ക് നന്നായിട്ട് പെയിൻ എടുക്കുന്നു. അവൾ അതെല്ലാം സഹിക്കുന്നുണ്ട്. സിരിയെ വീണ്ടും നടത്താൻ വേണ്ടി അവൾ ശ്രമിക്കുന്നു. പക്ഷെ സിരിയയ്ക്ക് അത് പറ്റുന്നില്ല. അവൾ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. ക്രിറ്റ് അവളുടെ അടുത്ത് വന്ന് ഒരു ജെന്റിൽമാനെ പോലെ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഈ കാലുകൾ കൊണ്ട് നീ നടക്കുന്ന ദിവസം അധികം ദൂരെയല്ല എന്ന് അവൻ അവളോട് പറയുന്നു. അവളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്രിറ്റ് സിരിയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. പക്ഷേ അവൻ പോകുന്ന വീട്ടിലേക്കല്ല, പകരം അവളെയും കൂട്ടി ടെന്നീസ് ട്രെയിനിങ് നടത്തുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. കുറേ ദിവസങ്ങളായിട്ട് നീ ഒരുപാട് സാഡാണെന്ന കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു. അതുകൊണ്ട് നിന്നെ ഒന്ന് ചീർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. നമുക്ക് ടെന്നീസ് ട്രെയിൻ ചെയ്യാമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവൾക്ക് എങ്ങനെ കളിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിരിയെ കുറച്ച് റിലാക്സ് ആകുന്നുണ്ട്. അവൾ ടെന്നീസ് കളിക്കുന്നു. പക്ഷെ ബൈ മിസ്റ്റേക്ക് അവളുടെ ബോൾ കൊള്ളുന്നത് ക്രിറ്റിന്റെ തലയിലാണ്. അവൾ സോറി പറയുന്നു. ഇറ്റ്സ് ഓക്കെ, നീ നല്ല ട്രാജഡി കണ്ടെത്തിയെന്ന് അവൻ പറയുന്നുണ്ട്. അവർ രണ്ടാളും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്രിറ്റ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷവർ ചെയ്ത ശേഷം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുന്നു. സിരിയുമായി സ്പെൻഡ് ചെയ്ത ടൈമെല്ലാം അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്രിറ്റ് ചെറുതായിട്ട് സിരിയെ ലൈക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം തീയാണ് കാണിക്കുന്നത്. അവൻ്റെ രാത്രി തുറക്കെല്ലാം പോയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവൻ ആലോചിക്കുന്നു. താൻ ഇന്ന് ബിസിനസ് മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ട ഗേള് സിരിയയാണോ? പക്ഷേ താൻ വീട്ടിൽ വന്നപ്പോഴും സിരിയ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും സെയിം ആളാണോ? ഇതെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് തീക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. സോ അവനൊരു പ്ലാൻ ആലോചിക്കുന്നു. എന്നിട്ട് അവൻ്റെ സ്പൈയെ വിളിക്കുന്നുണ്ട്. തൻ്റെ പ്ലാൻ സ്പൈയുമായി ഡിസ്കസ് ചെയ്യുന്നു. നീ ഈ കാര്യം ആരോടും പറയരുതെന്നും അവൻ പറയുന്നുണ്ട്. ബോസ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ബോസിന് എന്താ വേണ്ടിയെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് ആ സെർവന്റ് പറയുന്നു. നിനക്ക് സിരിയുടെ കൂടെയുള്ള ആ നോണിനെ അറിയില്ലേ എന്ന് തീ ചോദിക്കുമ്പോൾ, എനിക്കറിയാം, എൻ്റെ ഫൈറ്റ് അവളുമായി നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളോട് പകരം ചോദിക്കണം, എന്താ വേണ്ടിയെന്ന് സെർവന്റ് ചോദിക്കുമ്പോൾ, നീ ഫുൾ ടൈം നോണിനെ ശ്രദ്ധിക്കണം. 24/7 അവളുടെ പിറകെ ഉണ്ടായിരിക്കണം. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. സെർവന്റ് സമ്മതിക്കുന്നു. നെക്സ്റ്റ് ഡേ തീ പറഞ്ഞ അനുസരിച്ച് തീയുടെ സ്പൈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു.
അവൻ നണ്ണിൻ്റെ പിറകെ ഉണ്ട്. അവൾ അപ്പോൾ പാട്ടെല്ലാം പാടി റിലാക്സ് ചെയ്ത് ഡ്രസ്സ് ഉണക്കാൻ ഇടുകയാണ്. അപ്പോൾ ആ സെർവൻ്റ് അവിടേക്ക് വരുന്നു ഡാൻസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് നണ്ണെ പിടിക്കുന്നുണ്ട്. നണ്ണാകട്ടെ അവനെ പഞ്ച് ചെയ്യുന്നു. നീ ദൂരെ നിൽക്കൂ, എന്നെ തൊടാൻ വരരുത്. നിനക്ക് നേരത്തെ കിട്ടിയ പഞ്ച് ഓർമ്മയുണ്ടല്ലോ, ഇനിയും കിട്ടുമെന്ന് അവൾ പറയുന്നു. അവൾ ഓസ് കൊണ്ട് അവൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. സെർവന് ദേഷ്യം വരുന്നു. അവനും അവളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നു. അതേസമയം സീനി ഇവിടെ തൻ്റെ റൂമിൽ സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ തീ വന്ന് ഡോർ നോക്ക് ചെയ്യുന്നു. അവൾ തുറക്കാൻ പോകുമ്പോഴേ ഓർക്കുന്നത് തൻ്റെ കോസ്റ്റ്യൂം താൻ ഇട്ടിട്ടില്ലെന്ന്. അവൾ വേഗം സിരിയെ പോലെ ഡ്രസ്സെല്ലാം ചെയ്ത് വീൽ ചെയറിൽ ഇരുന്ന് പോയി ഡോർ തുറക്കുന്നു. ഡോർ തുറക്കാൻ നീ എന്താ ഇത്രയും ലേറ്റായെന്ന് തീ ചോദിക്കുമ്പോൾ ഞാൻ വാഷ്റൂമിലായിരുന്നു, ഞാൻ വീൽ ചെയറിലാണ് വരുന്നത്, ഓടിയല്ല, സോ ടൈം എടുക്കുമെന്ന് അവൾ പറയുന്നു. കമ്പനിയുടെ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് നിന്നെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ ഇപ്പോൾ ആ കമ്പനിയുടെ ഹാഫ് പ്രോപ്പർട്ടി ഓണറാണ്. നീ എൻ്റെ കൂടെ വരണമെന്ന് അവൻ പറയുന്നുണ്ട്. സീന സമ്മതിക്കുന്നു. അതേസമയം തീയുടെ നിർദ്ദേശം അനുസരിച്ച് ആ സെർവൻ്റ് ഇപ്പോഴും നണ്ട് പിറകെ നടക്കാണ്, അവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ഈ വീട്ടിലേക്ക് ഒരു തീഫ് വന്നെന്നും ഈ മതിൽ ചാടിയെന്നും ദേ മണ്ണിൽ വരെ മാർക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കാല് വെച്ച് ഒരു മാർക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് നണ്ണെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. നീ എന്താ എന്നെ ഫൂളാക്കാൻ ശ്രമിക്കുകയാണോ? ശരിയാ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡോഗാണെന്ന് പറഞ്ഞ് അവനെ പഞ്ച് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തീ ഇവിടെ സീനയും കൂട്ടി വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് അവളെ എടുത്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നത്? എന്നെ താഴെ ഇറക്കാൻ അവൾ പറയുന്നു. നമ്മുടെ പക്കൽ ടൈമില്ല, എത്രയും പെട്ടെന്ന് കമ്പനി എത്തണമെന്ന് പറഞ്ഞ് അവൻ കാറിൽ കയറി കാർ ഓടിക്കുന്നു. സീന ആകെ ടെൻഷനിലായിരുന്നു. കാരണം തീയുടെ ബിഹേവിയർ കാണുമ്പോൾ ഇവൻ എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കമ്പനിയിൽ ഒരുപാട് ആളുകൾ കാണും, പക്ഷേ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവൻ പറയുന്നു. എനിക്ക് നിന്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം, എനിക്കൊന്നിനെയും പേടിയില്ല എന്ന് സീന പറയുന്നു. പക്ഷേ തീ സീനയും കൂട്ടി വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവളുടെ കാല് റിയലായിട്ട് പാരലൈസ് ആണോ അല്ലയോ എന്നറിയാനായിട്ട്. സീന പല വിധത്തിൽ തീയോട് തനിക്ക് ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും തീ ആകട്ടെ കേൾക്കാതെ ഫോഴ്സ്ഫുള്ളി അവളെയും കൊണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് വരുന്നു. പെട്ടെന്ന് ഒരു ലേഡി അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. അവൾ തീയോട് നീ പോയി ആ ലേഡിയെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. തീ പോയിട്ട് ആ ലേഡിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സീന അടുത്തേക്ക് തിരിച്ചു വരുന്നു. പക്ഷെ സീന മുന്നത്തെക്കാളും കുറെ സൈലന്റ് ആയിരുന്നു ഇപ്പോൾ. നിനക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു വിശ്വാസം ഇല്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്നെയും കൂട്ടി ഇവിടേക്ക് വരില്ലായിരുന്നു. നമുക്ക് എന്തായാലും സത്യം ഇന്നറിയാം, നീ റിയലായിട്ട് പാരലൈസ് ആണോ അല്ലയോ എന്ന്. എന്നിട്ട് അവളെയും കൂട്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ചെക്കപ്പിന് വേണ്ടി. ഡോക്ടർ അവളെ ചെക്ക് ചെയ്യുന്നു. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം റിസൾട്ട് കിട്ടുന്നു. ഡോക്ടർ എല്ലാം ഓക്കെ ആണോ എന്ന് തീ ഡോക്ടറിനോട് ചോദിക്കുന്നു. താങ്കൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, താങ്കളുടെ വൈഫിൻ്റെ കണ്ടീഷൻ നോർമലാണ്, ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഈ കാലുകൾ ഓക്കെ ആക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് തീ ഷോക്കാവുന്നുണ്ട്. സീന പറഞ്ഞ എല്ലാം സത്യമാണെന്നറിഞ്ഞ്, അവനെ സംബന്ധിച്ച് സിരിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നറിഞ്ഞ്. പക്ഷേ ഇതെങ്ങനെ പോസിബിൾ ആകും? താൻ അന്ന് അവളെ നേരിട്ട് കണ്ടെയാണ്, അവളുടെ കാലിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ആലോചിച്ച് തീ ആകെ കൺഫ്യൂസ് ആകുന്നു. താങ്കൾക്ക് എന്താ താങ്കളുടെ വൈഫിൻ്റെ വാക്കുകളിൽ വിശ്വാസമില്ലേ? ഞാനും ചെക്ക് ചെയ്തിട്ടാ പറയുന്നത്, താങ്കളുടെ വൈഫ് റിയൽ ആയിട്ടും പാരലൈസ് ആണെന്ന് ഡോക്ടർ പറയുന്നു. തീക്ക് എന്ത് പറയണമെന്നറിയില്ല. അവൻ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതൊന്നുമല്ല നടന്നത്. ഡോക്ടർ ഒന്നുകൂടി ചെക്ക് ചെയ്യൂ, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിരിക്കും എന്ന് തീ പറയുന്നു. ഞാൻ 100% ഷുവറാണ് ഇവൾ പാരലൈസ് ആണെന്ന് ഡോക്ടർ വീണ്ടും പറയുന്നു. തീക്ക് ഇതൊന്നും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് സീന അവനോട്, നിനക്ക് ഇപ്പോൾ വിശ്വാസമായില്ലേ ഞാൻ സത്യമായിട്ടും പാരലൈസ് ആണെന്ന് അവൾ പറയുന്നു. എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് തീ പറയുന്നു. അപ്പോൾ അവിടേക്ക് സീനയെ കാണാനായി കാവുൻ്റെ നണ്ണിനും കൂടെ ക്രിട്ടും വരുന്നു. ഞാൻ നിന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല, കാരണം നീ എന്നെ ചീറ്റ് ചെയ്തു. കമ്പനിയുടെ പേരിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്നെ ചെക്ക് ചെയ്യാനായിട്ട്. നീ ഒരു ചീറ്ററാണ്.
ഞാൻ കുറച്ചു നേരത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് ക്രിറ്റിനോട് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അവൾ ക്രിറ്റിൻ്റെ കൂടെ പോകുന്നു. തീക്കാവട്ടെ ഒന്നും പറയാനും പറ്റുന്നില്ല. ഇതെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് നണ്ണ് മനസ്സിലാകുന്നില്ല. അവരെല്ലാവരും കൂടി സിരിയുടെ വീട്ടിലേക്ക് വരുന്നു. നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് തീ ആ ലേഡിയെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിൽ സിരിയെയും സീനയും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ചെക്ക് ചെയ്ത് റിയൽ സിരിയാണ്. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം ഇവൾ പാരലൈസ് ആണെന്ന് ഡോക്ടർ പറയാൻ കാരണം അതാണ്. തലേന്ന് രാത്രിയിൽ ടീ സെർവൻറ്റുമായി ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. ക്രിറ്റ് ഓൾറെഡി സിരിയുമായി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റി. എന്തായാലും ഇത്തവണത്തേക്ക് തങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അവർക്ക് ആശ്വാസമാകുന്നു. ഈ ചെക്കപ്പോടെ തീയുടെ സംശയങ്ങളെല്ലാം മാറിക്കാണുമെന്ന് ഇവരെല്ലാവരും വിശ്വസിക്കുന്നു.